ഈ ഒരു സെഷനിൽ നമുക്ക് നോക്കാനുള്ളത് നമ്മൾ 3 ഫേസ് സിങ്ക്രണസ് മോട്ടോറിനെ പറ്റിയാണ് ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരുന്നത്. 3 ഫേസ് സിങ്ക്രണസ് മോട്ടോർ എവിടെയെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നു, യൂസസ് ഓർ ആപ്ലിക്കേഷൻസ് ഓഫ് 3 ഫേസ് സിങ്ക്രണസ് മോട്ടോറാണ് ഇവിടെ ആദ്യമായിട്ട് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഈ 3 ഫേസ് സിങ്ക്രണസ് മോട്ടോറിനെ എക്സൈറ്റേഷൻ നമ്മൾ കൊടുക്കും. എക്സൈറ്റേഷൻ എന്ന് പറഞ്ഞാൽ റോട്ടർ ആണ് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡാണ് ഇവിടുത്തെ റോട്ടർ. ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രോ മാഗ്നറ്റാണ് ഇവിടെ ഉപയോഗിക്കുന്ന മാഗ്നറ്റ്. അപ്പോൾ അതിനെ മാഗ്നറ്റ് ആക്കാൻ നമ്മൾ വൈൻഡിങ്ങിൽ കൂടി കറണ്ട് കടത്തിവിടും. ഇങ്ങനെ കടത്തിവിടുന്ന കറണ്ടിനെയാണ് എക്സൈറ്റേഷൻ കറണ്ട്. ഇങ്ങനെ ഇതിനെയാണ് എക്സൈറ്റേഷൻ എന്ന് പറയുക. അപ്പോൾ ഈ എക്സൈറ്റേഷൻ ആവശ്യത്തിലധികം കൂടുതലായിട്ട് അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ ഓവർ എക്സൈറ്റഡ് ആയി. ഇങ്ങനെയുള്ള ഓവർ എക്സൈറ്റഡ് സിങ്ക്രണസ് മോട്ടോറിനെയാണ് നമ്മൾ സിങ്ക്രണസ് കണ്ടൻസർ എന്ന് വിളിക്കുക. ഇത് സാധാരണഗതി ഈ സിങ്ക്രണസ് കണ്ടൻസറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലീഡിങ് കറണ്ടിനെ ഡ്രോ ചെയ്യും. അതുകൊണ്ട് ലീഡിങ് കറണ്ടിനെ ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞ ഒന്നാമത്തെ പോയിന്റ്. ഇറ്റ് വർക്ക്സ് ആസ് സിങ്ക്രണസ് കണ്ടൻസർ ടു ഇൻക്രീസ് ദി പവർ ഫാക്ടർ ഇൻ സബ്സ്റ്റേഷനിലേക്ക് പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. രണ്ടാമത്തേത് ഇത് ഫാക്ടറികളിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. മൂന്നാമത്തേത് വോൾട്ടേജ് റെഗുലേഷൻ അറ്റ് ട്രാൻസ്മിഷൻ ലൈനിലെ വോൾട്ടേജ് റെഗുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. നാലാമത്തേത് ഫോർ ലോഡ്സ് ഓഫ് കോൺസ്റ്റൻറ്റ് സ്പീഡ്. 3 ഫേസ് സിങ്ക്രണസ് മോട്ടോറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് സ്പീഡിലാണ്, സിങ്ക്രണസ് സ്പീഡിലാണ് കറങ്ങുക, സ്പീഡിൽ ചേഞ്ച് വരില്ല. അഞ്ചാമത്തേതെന്ന് പറഞ്ഞാൽ റബ്ബർ മില്ല്, പേപ്പർ മില്ല്, ഫാന്, കംപ്രസർ, ബ്ലോവർ, റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ഇവിടെയൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ആറാമത്തേത് ഡ്രൈവ് ഓൾട്ടർനേറ്റർ ഫോർ ഡിഫറെൻറ്റ് ഫ്രീക്വൻസി. നമുക്ക് ഒരു ഓൾട്ടർനേറ്ററിൽ നിന്ന് നമുക്കൊരു പർട്ടിക്കുലർ ഫ്രീക്വൻസി 50 ഹെഡ്സ് മാത്രമാണ്, 50 ഹെഡ്സ് ഉള്ള സപ്ലൈ ആണ് കിട്ടിക്കൊണ്ടിരുന്നത് എന്നുണ്ടെങ്കിൽ 3 ഫേസ് സിങ്ക്രണസ് മോട്ടോറും അതിൻ്റെ കൂട്ടത്തിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 60 ഹെഡ്സ് ഉള്ള ഒരു സപ്ലൈയും കൂടെ അതിൽ നിന്ന് എടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് 3 ഫേസ് സിങ്ക്രണസ് മോട്ടോറിൻ്റെ എക്സാമിന് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടോക്സ് ഓഫ് 3 ഫേസ് സിങ്ക്രണസ് മോട്ടോർ. ഇതും എക്സാമിന് പതിവായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. 3 ഫേസ് സിങ്ക്രണസ് മോട്ടോറിലുള്ള വ്യത്യസ്ത തരം ടോർക്കുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ടോർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ഒരാളെ ഉന്തി തള്ളി വിടണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫോഴ്സ് പ്രയോഗിക്കണം, നമ്മളൊരു ബലം പ്രയോഗിക്കണം, അല്ലേ? ഇനി ഒരാളെ നമ്മൾ വട്ടത്തിൽ ഉന്തി തള്ളി വിടണമെന്നുണ്ടെങ്കിൽ, ഒരാളെ വട്ടത്തിൽ കറക്കണം എന്നുണ്ടെങ്കിൽ, ഒരു ഉറുമ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനത്തിന് ഒരു പമ്പരം കറക്കണം, നമ്മൾ വട്ടത്തിൽ, ഇപ്പോൾ നേരെ ഒരാൾ ഉന്തി വിടണമെങ്കിൽ ആവശ്യമായിട്ടുള്ളതിന് നമ്മൾ ഫോഴ്സ് എന്ന് പറയാം. വട്ടത്തിൽ സർക്കുലറായിട്ട് നമുക്ക് ഒരാളെ കറക്കണമെന്നുണ്ടെങ്കിൽ നമ്മളതിനെ അങ്ങനെയുള്ള ഫോഴ്സിന് നമ്മൾ ടോർക്ക് എന്നാണ് പറയുക. വണ്ടിയുടെ വീല് കറങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് ടോർക്ക് എന്നാണ് പറയുക, അതിന് കൊടുക്കുന്ന ഫോഴ്സിനെ. അപ്പോൾ അതേപോലെ നമ്മളിവിടെ ഈ മോട്ടറുമായിട്ട് ബന്ധപ്പെട്ട, മോട്ടോർ കറങ്ങുന്നതായിട്ട് ബന്ധപ്പെട്ട ടോർക്കുകൾ ഉണ്ടാകും. അപ്പോൾ 4 ടൈപ്പ് ടോർക്കുകളാണ് പ്രധാനമായിട്ട് നമ്മളിതിൽ പറയാറുള്ളത്. ഇത് എക്സാമിന് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടോക്സ്, എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടോക്സ് ഓഫ് എ 3 ഫേസ് സിങ്ക്രണസ് മോട്ടോർ എന്ന് പറഞ്ഞ് ചോദിക്കാം. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടോർക്കിൻ്റെ പേര് മാത്രമായിട്ട് 2 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ ഈ ഫുള്ളായിട്ട് 6 മാർക്കിനൊക്കെ ചോദിക്കാം. നോക്കുക, സ്റ്റാർട്ടിംഗ് ടോർക്ക് അല്ലെങ്കിൽ ബ്രേക്ക് അവേ ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഒന്നാമത്തേത്. അപ്പോൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇറ്റ് ഈസ് എ ടോർക്ക് അറ്റ് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാകുന്ന ടോർക്കാണ്. വളരെ ബ്രീഫായിട്ടാണ് ഈ നോട്ട് പ്രിപ്പയർ ചെയ്തതെന്നുള്ളത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ അതിലുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടോർക്ക് വെൻ ഫുൾ വോൾട്ടേജ് ഈസ് അപ്ലൈഡ്. മുഴുവൻ വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ടോർക്കാണ് ഈ സ്റ്റാർട്ടിംഗ് ഓർ ബ്രേക്ക് അവേ ടോർക്ക് എന്ന് പറയുന്നത്. ഈ 2 പോയിന്റ് എഴുതി വെച്ചാൽ മതി. അടുത്തത് രണ്ടാമത്തെ ടോർക്ക് എന്ന് പറയുന്നത് റണ്ണിങ് ടോർക്കാണ്. അപ്പം പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇറ്റ് ഈസ് എ ടോർക്ക് ഡ്യൂറിങ് റണ്ണിങ് കണ്ടീഷൻ. മോട്ടോർ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള ടോർക്കിനെയാണ് എന്ത് പറയുക, റണ്ണിങ് ടോർക്ക്. ഈ റണ്ണിങ് ടോർക്ക് എത്രത്തോളം ഉണ്ടാകുമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ മോട്ടോറിൻ്റെ പവർ HP-യും അതേപോലെ തന്നെ സ്പീഡുമാണ്. HP ആൻഡ് സ്പീഡ് ഓഫ് ദി മോട്ടോർ ഡിസൈഡ് ദിസ് ടോർക്ക്. മൂന്നാമത്തെ പോയിന്റ് പുൾ ഇൻ ടോർക്കാണ്. ദ ടോർക്ക് അറ്റ് വിച്ച് റോട്ടർ പുൾ ഇൻ ടു സിങ്ക്രണിസം വിത്ത് ദ സ്റ്റേറ്റർ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്. നമുക്കറിയാം നമ്മുടെ സ്റ്റേറ്ററിൽ RMF ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ RMF കറങ്ങുന്ന അതേ സ്പീഡിൽ നമ്മുടെ റോട്ടറും കറങ്ങണം. അപ്പോൾ ആ റോട്ടറിനെ പിടിച്ചിട്ട് ആ സ്പീഡിൽ കറങ്ങാൻ ആവശ്യമായിട്ട് ഒരു ടോർക്ക് പ്രയോഗിക്കണം, ഒരു ടോർക്ക് ഉണ്ടാവണം, അല്ലേ? അപ്പോൾ അതുമായിട്ട് അപ്പോൾ ഈ റോട്ടർ കറങ്ങുന്നതും ഈ RMF കറങ്ങുന്നതും ഒരേപോലെ കറങ്ങുകയാണെങ്കിൽ നമ്മൾ സിങ്ക്രണിസത്തിലാണെന്ന് പറയും. ഇങ്ങനെ സിങ്ക്രണിസത്തിലാവാൻ വേണ്ടിയിട്ട് റോട്ടറിൽ അവിടെ ഉണ്ടാകുന്ന ടോർക്കിനെയാണ് ആ സമയത്ത് ഉണ്ടാകുന്ന ടോർക്കിനെയാണ് പുൾ ഇൻ ടോർക്ക് എന്ന് പറയുക. റോട്ടർ ഈ സ്റ്റേറ്റർ RMF-ഉമായിട്ട് സിങ്ക്രണിസത്തിൽ വരാൻ, ഒരേ സ്പീഡിൽ വരാൻ ആവശ്യമായ ടോർക്ക്. നാലാമത്തെ ടോർക്ക് പുൾ ഔട്ട് ടോർക്ക്. ഇറ്റ് ഈസ് എ മാക്സിമം ടോർക്ക് ബൈ ദി മോട്ടോർ വിത്തൗട്ട് പുൾ ഔട്ട് ഓഫ് സിങ്ക്രണിസം. നമ്മുടെ സ്റ്റേറ്റർ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അതേ സ്പീഡിൽ റോട്ടർ കറങ്ങുന്നുണ്ട്, അതാണ് സിങ്ക്രണിസം. ഈ സിങ്ക്രണിസം നഷ്ടപ്പെടാതെ മാക്സിമം എത്രത്തോളം ടോർക്ക്
അവിടെ ഉണ്ടാക്കും. അതിനെയാണ് എന്താ പറയുക, പുൾ ഔട്ട് ടോർക്ക് അല്ലെങ്കിൽ മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടോർക്കുകളെ പറ്റി എക്സാമിന് ചോദിക്കാറുണ്ട്. അടുത്തത് പവർ ഫ്ലോ ഡയഗ്രാം ഓർ പവർ സ്റ്റേജസ് ഓഫ് എ 3 phase സിങ്ക്രണസ് മോട്ടോർ. എക്സാമിന് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം 6-7 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. പവർ ഫ്ലോ ഡയഗ്രാം. പവർ ഫ്ലോ എന്ന് പറഞ്ഞാൽ പവർ ഇങ്ങനെ ഫ്ലോ ഓരോന്നായിട്ട് ഫ്ലോ ചാർട്ട് പോലെ കാണിക്കുക, അല്ലെങ്കിൽ ഓരോ സ്റ്റേജസ് ആയിട്ട് കാണിക്കുക. അപ്പോൾ നമുക്ക് പവർ ഫ്ലോ ഡയഗ്രാം അല്ലെങ്കിൽ പവർ സ്റ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ സ്റ്റേജിൽ എഴുതിയത് നോക്കുക. പവർ പി ഇൻ, പവർ ഇൻപുട്ട്, പവർ ഇൻ എ സി ഇലക്ട്രിക്കൽ പവർ ഇൻപുട്ട് ടു ദി ആർമേച്ചർ ഓർ സ്റ്റേറ്റർ. നമ്മൾക്കറിയാം 3 phase സപ്ലൈ, എ സി സപ്ലൈ നമ്മൾ കൊടുക്കുന്നത്, ഇലക്ട്രിക്കൽ പവർ നമ്മൾ കൊടുക്കുന്നത് ആർമേച്ചറിലേക്കാണ്, സ്റ്റേറ്ററിലേക്കാണ്. അത് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ കൊടുക്കുന്ന ഈ ആർമേച്ചറിലേക്ക് നമ്മൾ സപ്ലൈ കൊടുക്കുമ്പോൾ അതിൽ വൈൻഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് കുറച്ച് ആ സ്റ്റേറ്ററിൽ അല്ലെങ്കിൽ ആർമേച്ചറിൽ ഒരു കോപ്പർ ലോസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മൈനസ് സ്റ്റേറ്റർ കോപ്പർ ലോസ്. അങ്ങനെ കുറച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഈ പവറാണ് പിന്നീട് മെക്കാനിക്കൽ പവർ ആയിട്ട് മാറുന്നത്. ആ പവറാണ് പിന്നീട് മെക്കാനിക്കൽ പവറായിട്ട് മാറുന്നത്. അതാണ് ഗ്രോസ് മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ്, PM എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻപുട്ട് നമ്മുടെ എ സി പവർ ആർമേച്ചറിൽ കൊടുക്കുന്ന പവറിൽ നിന്ന് സ്റ്റേറ്റർ കോപ്പർ ലോസ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന പവറാണ് ഗ്രോസ് മെക്കാനിക്കൽ പവർ ഡെവലപ്പ്. അപ്പോൾ ഈ ഗ്രോസ് മെക്കാനിക്കൽ പവർ ആയിട്ട് മാറുന്നത് എന്താണ് നമ്മൾ പറഞ്ഞു. അതിൽ നിന്ന് പിന്നീട് അയൺ ലോസ്, ഫ്രിക്ഷൻ ലോസ്, അതേപോലെ എക്സൈറ്റേഷൻ ലോസൊക്കെ കുറയും. അത്രയും ലോസുകൾ കുറയും. ഇങ്ങനെ ലോസുകൾ കുറഞ്ഞു കഴിഞ്ഞതാ മൈനസ് അയൺ ലോസ്, ഫ്രിക്ഷൻ ലോസ് ആൻഡ് എക്സൈറ്റേഷൻ ലോസ്. അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞ് പിന്നീട് നമുക്ക് കിട്ടുന്ന ലോസാണ്, അല്ലെങ്കിൽ പിന്നീട് നമുക്ക് കിട്ടുന്ന സംഭവമാണ്, ലോസ് അല്ല, പിന്നീട് നമുക്ക് അവസാനം കിട്ടുന്ന പവറാണ് നെറ്റ് മെക്കാനിക്കൽ പവർ അറ്റ് ഔട്ട്പുട്ട്. നെറ്റ് മെക്കാനിക്കൽ പവർ ഔട്ട്പുട്ട് അറ്റ് റോട്ടർ ഷാഫ്റ്റ്. റോട്ടറിൻ്റെ ഷാഫ്റ്റിൽ നമുക്ക് അവസാനം പുറത്തേക്ക് എടുക്കാൻ പറ്റും നെറ്റ് പവർ. അപ്പോൾ ഈ 3 സ്റ്റേജുകളാണ്. അതിൽ 2 എണ്ണം നമ്മൾ കുറയ്ക്കുന്ന ലോസ് ആയിട്ട് കുറയ്ക്കുക. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ ഈ പവർ ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്ന 3 phase സപ്ലൈ, അതിൽ നിന്ന് സ്റ്റേറ്ററിൽ അഥവാ ആർമേച്ചറിൽ നഷ്ടപ്പെടുന്ന സ്റ്റേറ്റർ കോപ്പർ ലോസ്, പിന്നീട് ഗ്രോസ് മെക്കാനിക്കൽ പവർ നമുക്ക് കിട്ടുന്നു. അത് റോട്ടറിലാണ് ഉണ്ടാവുക. അതിൽ നിന്ന് അയൺ ലോസും ഫ്രിക്ഷൻ ലോസും എക്സൈറ്റേഷൻ ലോസൊക്കെ കുറച്ച് കഴിഞ്ഞ് ഫൈനലി കിട്ടുന്നതാണ് നെറ്റ് മെക്കാനിക്കൽ ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് പവർ ഫ്ലോ ഡയഗ്രാം, പവർ സ്റ്റേജസ്. ഈ ഫിഗർ വരച്ച് വെക്കുക. ഇതേ സംഭവം തന്നെ താഴെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് പവർ ഡെവലപ്ഡ് ബൈ 3 phase സിങ്ക്രണസ് മോട്ടോർ. ഈ അടുത്ത വശത്ത് കാണിച്ചിട്ടുള്ള പവർ ഡെവലപ്ഡ് ബൈ 3 phase സിങ്ക്രണസ് മോട്ടോർ. 3 phase സിങ്ക്രണസ് മോട്ടോറിൽ എത്ര പവർ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ എക്സാമിന് ചോദിക്കും ടോർക്ക് ഡെവലപ്ഡ് ബൈ 3 phase സിങ്ക്രണസ് മോട്ടോർ എന്നും ചോദിക്കാറുണ്ട്. അപ്പോൾ പവർ ഡെവലപ്ഡ് ബൈ 3 phase സിങ്ക്രണസ് മോട്ടോർ ആണെങ്കിലും ടോർക്ക് ആണെങ്കിലും നമ്മൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നിങ്ങൾ ആദ്യം ഒന്നും നോക്കണ്ട. ഈ ആദ്യത്തെ 2 ചിത്രങ്ങളൊന്ന് വരച്ച് വയ്ക്കുക. ഈ 2 ചിത്രങ്ങളൊന്ന് വരച്ച് പിടിക്കുക. ഏതൊക്കെയാണ് ചിത്രങ്ങൾ? ഒന്ന് ഈ ചിത്രം, രണ്ടാമത്തേത് ഈ വെക്റ്റർ ഡയഗ്രാം. പറ്റുമെങ്കിൽ വരയ്ക്കുക, ആ രീതിയിൽ വരച്ച് വയ്ക്കുക. ഓക്കെ, വലിയ പണിയൊന്നുമില്ല, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അത് പഠിച്ച് വയ്ക്കുക. രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഒന്നുകിൽ ഈ ചിത്രത്തിൽ നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ ചിത്രം നോക്കാൻ നിൽക്കേണ്ട, സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, ഒരു കാര്യം, ചെറിയൊരു കാര്യം ബൈഹാർട്ട് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മൾ 2 വട്ടം എഴുതി കഴിഞ്ഞാൽ പഠിക്കാവുന്നേ ഉള്ളൂ. ഒറ്റ സ്റ്റെപ്പ്, ഫസ്റ്റ് ലൈൻ മാത്രം നമ്മൾ ഇവിടുന്ന് ബൈഹാർട്ട് ചെയ്യുന്നു. എന്താണ് ഫസ്റ്റ് ലൈനിൽ പറയുന്നത്? ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഒരു ഡെറിവേഷൻ നിങ്ങൾ നോക്കുക. ഈ ഡെറിവേഷനിൽ ഒന്നാമത്തെ ലൈനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എ ബി എന്ന് പറഞ്ഞാൽ ചിത്രത്തിൽ എ ബി എന്ന് പറഞ്ഞ സാധനമാണ്, ഈക്വൽ ടു, ഇത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക, എ ബി ഈക്വൽ ടു ഇ ബി സൈൻ ആൽഫ ഈക്വൽ ടു IA XS കോസ് ഫൈ. ഈ ഫൈ എന്താണ്, ആൽഫ എന്താണെന്നൊക്കെ നമുക്ക് ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇ ബി ബാക്ക് EMF, I ആർമേച്ചർ കറണ്ട്, XS സിങ്ക്രണസ് റിയാക്റ്റൻസ്, കോസ് ഫൈ പവർ ഫാക്ടർ, സൈൻ ആൽഫ. ഇവിടെ ആംഗിൾ കാണിച്ചിട്ടുണ്ട്, ഇ ബിയും വിയും തമ്മിൽ ആംഗിൾ ആയിരിക്കും. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതിലേക്കൊന്നും കിടക്കുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ കാണാപാഠം പഠിക്കുക. എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ ബി സൈൻ ആൽഫ ഈക്വൽ ടു IA XS കോസ് ഫൈ. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ ഇക്വേഷൻ്റെ 2 സൈഡിലും V കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇ ബി സൈൻ ആൽഫ എന്നുള്ളിടത്ത് VEB സൈൻ ആൽഫ എന്ന് വരും. IA XS കോസ് ഫൈ എന്നുള്ളിടത്ത് VIXS കോസ് ഫൈ എന്ന് വരും. അതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ, രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇക്വേഷൻ അല്ല. അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യേണ്ടത്, റൈറ്റ് ഹാൻഡ് സൈഡിൽ ഉള്ള VIA XS എന്ന് പറയുന്ന ആ XSനെ പിടിച്ചിട്ട് താഴേക്കിടുക, ലെഫ്റ്റ് സൈഡിലേക്കിടുക.
ഓക്കെ, അല്ലെങ്കിൽ രണ്ട് സൈഡിലും എക്സസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാലും മതി. അപ്പം റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള എക്സസിനെ പിടിച്ചിട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഡിവൈഡഡ് ബൈ എക്സസ് എന്ന് വരും. അപ്പോൾ വി ഇ ബി ബൈ എക്സസ് സൈൻ ആൽഫ ഇസ് ഈക്വൽ ടു വി ഐ എ കോസ് ഫൈ. ഈ വി ഐ എ കോസ് ഫൈ എന്ന് പറഞ്ഞാൽ ആരാണ്? അത് നമ്മുടെ ഇൻപുട്ട് പവറാണ്. നമ്മളെ ഇൻപുട്ടിലെ സപ്ലൈ വോൾട്ടേജ് ആണ് വി. ഐ എ എന്ന് പറഞ്ഞാൽ ആർമേച്ചർ കറണ്ടാണ്. കോസ് ഫൈ എന്ന് പറഞ്ഞാൽ പവർ ഫാക്ടറാണ്. അപ്പോൾ ഇത് മോട്ടോർ ഇൻപുട്ടാണ്. സിംഗിൾ ഫേസിൻ്റെ ആണ് വി ഐ എ കോസ് ഫൈ. അപ്പോൾ 3 ഫേസ് ആണെങ്കിൽ അതിനെന്ത് ചെയ്യുക? ഇൻറ്റു 3 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 3 വി ഐ എ കോസ് ഫൈ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻപുട്ട് പവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻപുട്ട് പവറിനെ നമ്മൾ മറ്റു രീതിയിൽ പറയുകയാണെങ്കിൽ അത് ഇതിന് ഈക്വലാണ്. വി ഐ എ കോസ് ഫൈ എന്ന് പറഞ്ഞാൽ വി ഇ ബി സൈൻ ബൈ എക്സ് സൈൻ ആൽഫയാണ്. അപ്പോൾ 3 വി ഐ എ കോസ് ഫൈ എന്ന് പറഞ്ഞാൽ 3 ഇ ബി ബി ബൈ എക്സ് സൈൻ ആൽഫ ഇൻറ്റു 3. അപ്പോൾ 3 ഫേസിൻ്റെ ഇൻപുട്ട് പവർ ഇതാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗ്രോസ് മെക്കാനിക്കൽ പവർ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണെന്നുള്ളതാണ്. ഈ ഇൻപുട്ട് പവറിൽ നിന്ന് നമ്മുടെ സ്റ്റേറ്റർ കോപ്പർ ലോസ് കുറച്ചതല്ലേ ഈ നമ്മുടെ ഗ്രോസ് മെക്കാനിക്കൽ പവർ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ ഫിഗറിൽ കാണാൻ പറ്റും. നമ്മുടെ ഇൻപുട്ട് പവറിൽ നിന്ന് സ്റ്റേറ്റർ കോപ്പർ ലോസ് കുറച്ചതാണെന്ത്? ഈ ഗ്രോസ് മെക്കാനിക്കൽ പവർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? അപ്രോക്സിമേറ്റ്ലി സ്റ്റേറ്റർ കോപ്പർ ലോസ് നെഗ്ലിജിബിൾ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് തന്നെ എന്തായിട്ട് മാറുന്നുണ്ട്? ഗ്രോസ് മെക്കാനിക്കൽ പവറായിട്ട് മാറുന്നു എന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന തന്നെയായിരിക്കും എന്ത്? ഗ്രോസ് മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ പി ജി ഇസ് ഈക്വൽ ടു 3 ഇ ബി വി ബൈ എക്സ് സൈൻ ആൽഫ എന്ന് കൊടുക്കാം. ഇനി ടോർക്കാണ് നമ്മളോട് ഇതിപ്പോൾ ഗ്രോസ് പവറിൻ്റെ ഇക്വേഷനാണ്. ഇനി നമ്മളോട് ടോർക്കാണ് ചോദിച്ചതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പോൾ കിട്ടിയ പവർ പി ജി ഉണ്ടല്ലോ, ആ പി ജിനെ 9.55 കൊണ്ട് ഗുണിച്ച് എൻ എസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ടോർക്ക് കിട്ടും. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ ഇക്വേഷൻ നോക്കുക. ടോർക്ക് കാണാൻ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഈ പി ജിനെ 9.55 കൊണ്ട് ഗുണിച്ച് എൻ എസിനെ കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഗ്രോസ് ടോർക്ക് കിട്ടും. ഓക്കെ, ഇനി അവസാനമായിട്ട് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാനുള്ള മറ്റൊരു സംഭവമാണ് സിങ്ക്രണസ് കണ്ടൻസർ എന്താണെന്നുള്ളത്. അപ്പോൾ എന്താണ് സിങ്ക്രണസ് കണ്ടൻസർ? നമ്മൾ നേരത്തെ ഒരിക്കൽ ആപ്ലിക്കേഷൻ പറഞ്ഞെടുത്ത് പറയണ്ടായി. സിങ്ക്രണസ് കണ്ടൻസർ എന്ന് പറഞ്ഞാൽ 3 ഫേസ് സിങ്ക്രണസ് മോട്ടോറിനെ ഓവർ എക്സൈറ്റ് ചെയ്തതിനെയാണ് സിങ്ക്രണസ് കണ്ടൻസർ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ ഓവർ എക്സൈറ്റഡ് സിങ്ക്രണസ് മോട്ടോർ വിത്തൗട്ട് കണക്റ്റിംഗ് എനി ലോഡ്. അപ്പോൾ സിങ്ക്രണസ് മോട്ടോറുണ്ട്, അതിൽ ലോഡൊന്നും കണക്ട് ചെയ്തിട്ടില്ല, അഥവാ മെക്കാനിക്കൽ ലോഡുകളൊന്നും കണക്ട് ചെയ്തിട്ടില്ല. ഇതിനെ നമ്മൾ എക്സൈറ്റേഷൻ ഓവറായിട്ട് കൊടുക്കുക. അതിനെയാണ് എന്താ പറയുക? സിങ്ക്രണസ് കണ്ടൻസർ എന്ന് പറയുക. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഇറ്റ് ഡ്രോസ് ലീഡിങ് കറണ്ട്. അതെന്ത് ചെയ്യുന്നു? ലീഡിങ് കറണ്ടിനെ വലിച്ചെടുക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുക? പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യുന്നു. അപ്പോൾ അതിനു വേണ്ടി സഹായകമായിട്ട് നമ്മൾ 2 കാര്യങ്ങൾ ചെയ്യണം. ഈ 2 ചിത്രങ്ങളൊന്ന് മനസ്സിലാക്കണം. ഈ 2 ചിത്രങ്ങൾ വരച്ചു വയ്ക്കണം. ഇതിലെന്താ കാണിച്ചിരിക്കുന്ന? ഒരു 3 ഫേസ് ലോഡ് കാണിച്ചിട്ടുണ്ട്. ഒരു 3 ഫേസ് ലോഡ്, ഇതാണ് 3 ഫേസ് ലോഡ്. അതിലേക്കുള്ള സപ്ലൈ 3 ലൈനായിട്ട് ഈ സപ്ലൈ കാണിച്ചിട്ടുണ്ട്. അതിലേക്കുള്ള സപ്ലൈ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ സപ്ലൈയിലേക്ക് ആ ലോഡിലേക്ക് പോകുന്ന കറണ്ടാണ് IL. ആ ലോഡിൻ്റെ സമീപത്തായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സിങ്ക്രണസ് കണ്ടൻസർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതും ഇവിടെ കണക്ട് ചെയ്തു. അപ്പോൾ അതിലേക്ക് വരുന്ന കറണ്ട് ഏതാ? ആ ലീഡിങ് കറണ്ട് എന്ന് പറഞ്ഞാൽ IM ആണ്. അപ്പോൾ ഓൾറെഡി അവിടെ ആ മഞ്ഞ കളറിൽ കാണിച്ചിരിക്കുന്ന IL എന്ന് പറയുന്ന കറണ്ട് മാത്രമേ ലോഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഒരു IM എന്ന് പറയുന്ന കറണ്ടും കൂടെ ഈ സപ്ലൈയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. അത് സിങ്ക്രണസ് കണ്ടൻസറിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാൻ പോവുകയാണ് നമ്മൾ വെക്റ്റർ ഡയഗ്രത്തിലൂടെ. ഓക്കെ, അപ്പോൾ ഈ വെക്റ്റർ ഡയഗ്രം എടുക്കുക. ഈ വെക്റ്റർ ഡയഗ്രത്തിൽ ഇവിടെ ഇനീഷ്യലി നമുക്ക് ഇങ്ങോട്ട് മാറ്റി കാണിക്കാം. ഈ വെക്റ്റർ ഡയഗ്രത്തിൽ നമ്മൾ സപ്ലൈ വോൾട്ടേജ് ഇവിടെ കാണിച്ചു V. അതേ സമയത്തുണ്ടായിരുന്ന കറണ്ട് IL മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് IL. ഓക്കെ, അതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ ആയിരുന്നു ഈ θL എന്ന് പറയുന്നത്. ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യം, ഈ സമയത്താണ് നമ്മുടെ IM എന്ന് നമ്മളിവിടെ സിങ്ക്രണസ് കണ്ടൻസറിനെ കണക്ട് ചെയ്യുന്നതിന് ഫലമായിട്ട് ഇവിടെ IM ഉണ്ടാകുന്നത്. ഇവിടെ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ആദ്യം തന്നെ ഇവിടെ 3 ഫേസ് ലോഡ് എന്ന് പറഞ്ഞ ഒരു ലാഗിങ് ലോഡായിരുന്നു. അതുകൊണ്ടാണ് വോൾട്ടേജിന് താഴെ കറണ്ട് വന്നത്. ബാക്കിൽ കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിട്ടാണ്, ഇങ്ങനെയാണല്ലോ വെക്റ്റർ റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇതിൽ വോൾട്ടേജ് ലീഡിങ് ആണ്, കറണ്ട് ലാഗിങ് ആണ്. IL ലാഗിങ് ആണ്, IL ബാക്കിലാണ്. അപ്പോൾ പക്ഷേ ഇവിടെ IM എന്ന് പറയുന്ന കറണ്ട് എന്താണ്? ലീഡിങ് കറണ്ടാണ്. അപ്പോൾ അത് നമ്മളെവിടെ വരക്കുന്നു? ഇവിടെ ഇത് ലീഡ് ചെയ്തിട്ട് മുമ്പിൽ കാണിക്കുന്നു. അപ്പോൾ ഇവിടെ വോൾട്ടേജ്
ഈ സിങ്കണസ് കണ്ടൻസർ കണക്ട് ചെയ്യുന്നതോടുകൂടി 2 കറണ്ട് വരുന്നുണ്ട്. ഒന്ന് IL-ഉം അതിന് പുറമെ IM-ഉം. അപ്പോൾ അതാണ് ഇവിടെ പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ 2 കറണ്ടിൻ്റെയും കൂടെ വെക്റ്റർ സം എടുക്കുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടുന്നു, ഇങ്ങനെ പാരലലോഗ്രാം വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇതാണ് നമുക്ക് എന്ത് കിട്ടുക, ഇവിടെയാണ് അതിൻ്റെ റിസൾട്ടൻ്റ് കിട്ടുക. അപ്പോൾ ഇപ്പോൾ എന്ത് സംഭവിച്ചു, ഈ റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഈ പച്ച കളറിൽ കാണിച്ചിരിക്കുന്ന കറണ്ട്. അപ്പോൾ കറണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഈ പച്ച കളറിൽ കാണിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ആംഗിൾ എന്തായി, ഇത്രയും ഈ പച്ച കളറിലായിട്ടുള്ള ആംഗിളായിട്ട് കുറഞ്ഞു. നേരത്തെ ആ മഞ്ഞ കളറിൽ അത്രയും ആംഗിൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ ആംഗിൾ എന്ത് ചെയ്തു, ഈ വിയുമായി നമ്മൾ ആംഗിൾ കുറഞ്ഞു. അപ്പോൾ ഈ ആംഗിൾ കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോസ് ഓഫ് ആംഗിളാണ്. വിയുമായി നമ്മൾ ആംഗിളിൻ്റെ കോസാണ്. ആംഗിൾ കുറയുമ്പോൾ കോസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആംഗിൾ തീറ്റ അല്ലെങ്കിൽ ഫൈ കുറയുമ്പോൾ കോസ് ഫൈ എന്ത് ചെയ്യുന്നു, കൂടുന്നു. അപ്പോൾ ഇവിടെ ആംഗിൾ എന്ത് ചെയ്തു, ആ മഞ്ഞ കളറിലുള്ള വലിയ ആംഗിളിൽ നിന്ന് പച്ച കളറിലുള്ള ചെറിയ ആംഗിളായിട്ട് കുറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യുന്നു, പവർ ഫാക്ടർ കോസ് ഫൈ അനുസരിച്ച് കൂടി. ഇങ്ങനെയാണ് പവർ ഫാക്ടർ ഇമ്പ്രൂവ് ആവുന്നതെന്നുള്ളത് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. ഇതും എക്സാമിന് ചോദിക്കുന്ന സ്ഥിരമായിട്ടുള്ളൊരു ചോദ്യത്തിൽപ്പെട്ടതാണ്.